പ്രായമുള്ള അമ്മയുടെ അടുത്തേക്ക്, ആ അമ്മൂമ്മയുടെ അടുത്തേക്ക് ഈ അപ്പച്ചിയെ വിട്ടാൽ മതിയായിരുന്നു. അവർ കഞ്ഞിയാണെങ്കിലും പയറാണെങ്കിലും വെച്ച് കഴിച്ചവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കുവായിരുന്നു. ആരാണ് കെ ഫാമിലിയിലെ അപ്പച്ചി? സിന്ധു കൃഷ്ണയുടെ അപ്പച്ചിയാണോ, കൃഷ്ണകുമാറിന്റെ അപ്പച്ചിയാണോ, അതോ കൃഷ്ണകുമാറിന്റെ സിസ്റ്റർ ആണോ? കാരണം കുട്ടികളെല്ലാം അപ്പച്ചി എന്നാണല്ലോ വിളിക്കുന്നത്. ഇങ്ങനെ സംശയമില്ലാത്ത കുറച്ച് പേരെങ്കിലും കാണുമോ? അപ്പോൾ സിന്ധു കൃഷ്ണയുടെ അപ്പച്ചിയാണത്. സിന്ധു കൃഷ്ണയുടെ മാതാപിതാക്കളെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ സിന്ധു കൃഷ്ണയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കസിൻ സിസ്റ്ററാണ്. സിന്ധു കൃഷ്ണയുടെ അച്ഛനും അമ്മയും റിലേറ്റീവ്സ് ആണ്. അങ്ങനെ ഹിന്ദുസത്തിൽ കല്യാണം കഴിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ. അപ്പോൾ ഈ അച്ഛൻ്റെയും അമ്മയുടെയും കസിൻ സിസ്റ്ററാണ്, സിന്ധു കൃഷ്ണയുടെ അപ്പച്ചിയാണിത്. അപ്പോൾ സിന്ധു കൃഷ്ണ അവർക്ക് വിവാഹപ്രായം എത്തിയപ്പോൾ അവരുടെ ഇഷ്ടം വീട്ടുകാരോട് പറയുന്നു, വീട്ടുകാർ അത് നടത്തി കൊടുക്കുന്നു. അതിനുശേഷം സിന്ധു കൃഷ്ണയ്ക്ക് 4 പെൺകുട്ടികൾ ഉണ്ടാകുന്നു. അപ്പോൾ ആ ഒരു ഫാമിലി സിന്ധു കൃഷ്ണയ്ക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ, അതായത് വീട്ടു ജോലികളൊക്കെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞ സ്നേഹമുള്ള മാതാപിതാക്കൾ, സിന്ധു കൃഷ്ണയുടെ സ്നേഹമുള്ള മാതാപിതാക്കൾ ഈ അപ്പച്ചിയെ സിന്ധു കൃഷ്ണയുടെ വീട്ടിലേക്ക് ഒരു സഹായത്തിന് വേണ്ടിയിട്ട് കൊടുത്തതാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഈ അപ്പച്ചി ഇവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. സ്വന്തം ജീവിതം അവർ നോക്കുന്നില്ല. സ്വന്തം കാര്യങ്ങളോ സ്വന്തം ആഗ്രഹങ്ങളോ ഒന്നും അവർ നോക്കാതെ സ്വന്തം മകളെയും സ്വന്തം പേരക്കുഞ്ഞുങ്ങളെയും നോക്കുന്നത് പോലെ അവിവാഹിതയായിട്ട് ജീവിക്കുന്ന ഒരപ്പച്ചി. അപ്പം ഇങ്ങനെയുള്ളൊരു വ്യക്തിക്ക് കൊടുക്കേണ്ട സ്നേഹങ്ങളൊന്നും ഇങ്ങനെ പ്രകടിപ്പിച്ച് മറ്റുള്ളവരെ കാണിക്കേണ്ട കാര്യങ്ങളല്ല സ്നേഹം. എങ്കിൽ പോലും ചില വീഡിയോയിലെങ്കിലും ഈ അപ്പച്ചിയോട് ആ വീട്ടിലുള്ള 1-2 ആളുകൾ വളരെ ഇങ്ങനെ ഒരു പാർഷ്യാലിറ്റി ഒക്കെ കാണിച്ച് ബിഹേവ് ചെയ്യുന്നത് പോലെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര പുച്ഛം അല്ലെങ്കിൽ ഭയങ്കര അരഗൻ്റ് ആയിട്ടൊക്കെ ഈ അപ്പച്ചിയോട് പെരുമാറുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവരിങ്ങനെ വീഡിയോയിൽ, അതായത് ഈ അപ്പച്ചി ഇവർക്ക് ഇഷ്ടമുള്ള ഡിഷസ് ഒക്കെ ഉണ്ടാക്കി ഇവർ ഇരിക്കുന്നിടത്ത് കൊണ്ട് കൊടുക്കുമ്പോൾ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ എൻ്റെ അപ്പച്ചി ഞങ്ങളുടെ അപ്പച്ചിയാണ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ കേൾക്കുന്നവർക്കറിയാം ഇത് ഇവരുടെ അപ്പച്ചിയാണെന്ന്. ഇതൊന്നും അറിയാത്ത ഒരു കാഴ്ചക്കാരാണ് എങ്കിൽ അവർ ഉറപ്പായിട്ടും ചിന്തിക്കുന്നത് ഈ അപ്പച്ചി അവരുടെ വീട്ടിലെ ഒരു ഹെൽപ്പർ ആണ് എന്നുള്ള രീതിയിലാണ്. കാരണം അത്രമാത്രം മുഷിഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച്, കാരണം അങ്ങനെ നിൽക്കാൻ പറ്റത്തുള്ളൂ, അവരെ എപ്പോഴും അടുപ്പിൻ്റെ കീഴിലായിരിക്കും. ഈ വീട്ടിലെ 6 സ്ത്രീകൾക്കും, 6 സ്ത്രീകളല്ല 5 സ്ത്രീകൾക്കും ഒരു പുരുഷനും 3 നേരം തൊണ്ടയിലേക്ക് എന്തെങ്കിലും ഇറങ്ങി പോകണമെങ്കിൽ അപ്പച്ചിയുടെ കൈ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ശരിയാണ്, ഇവരുടെ വീഡിയോസിൽ കോണ്ടന്റുകളിൽ നമ്മൾ കാണാറുണ്ട്, ബിരിയാണി ഉണ്ടാക്കുന്നു, സാലഡ് ഉണ്ടാക്കുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് 3 നേരം ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ അത് ഈ അപ്പച്ചി മാത്രമേ പറ്റത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെറും ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാത്തൊരു കാഴ്ചക്കാരാണ് എങ്കിൽ അവർ വിചാരിക്കും ആ വീട്ടിലെ ഒരു ഹെൽപ്പർ ആണ് എന്ന്. പക്ഷേ ഭക്ഷണത്തിന്റെ മുന്നിലിരിക്കുമ്പോൾ ഇവർ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് ഞങ്ങളുടെ അപ്പച്ചിയാണെന്ന്. പക്ഷേ ഇവരുടെ കുടുംബത്തിലെ ഒരു വിശേഷ ദിവസങ്ങളിലും ഈ അപ്പച്ചി നല്ലൊരു വസ്ത്രം ധരിച്ച് അവിടെ ഇരിക്കാൻ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. അതിപ്പോൾ കല്യാണ സമയങ്ങളിലാണെങ്കിലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആ കുഞ്ഞിന്റെ ബർത്ത്ഡേയുടെ സമയത്താണ്, ആ ബർത്ത്ഡേക്ക് എല്ലാവരും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല കളർഫുൾ ആയിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനോഹരമായിട്ടുള്ള ഒരു ഡ്രസ് കോഡൊക്കെയാണ് അവർക്ക്, നല്ല കളർഫുൾ ഡ്രസ്സൊക്കെ. പക്ഷെ ഈ അപ്പച്ചി മാത്രം ഒരു കീറ പറ കോട്ടൺ സാരി ചുറ്റി, അതായത് കാണുന്നവർക്ക് നമുക്ക് അറിയാവുന്നത് കൊണ്ട് അത് അപ്പച്ചിയാണെന്ന് മനസ്സിലാവുകയും ചെയ്യും. അയ്യോ ഇവർക്കൊരു നല്ല സാരി അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ലേ എന്നൊരു ഒരു സാധാരണ ചിന്തയും നമുക്കുണ്ടാകും അല്ലേ. അപ്പോൾ ഇതറിയാത്ത ഒരാൾ ശരിക്കും വിചാരിക്കും അതൊരു ഹെൽപ്പറാണ് എന്ന്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ അപ്പച്ചിയെ ഇവരുടെ വീട്ടിലേക്ക് കൊടുത്തത് തൻ്റെ മകൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ ഈ എൻ്റെ കസിൻ സിസ്റ്റർ ആണെങ്കിൽ അവൾ നോക്കിക്കൊള്ളുമെന്ന് വിചാരിച്ച് കൊടുത്ത ആ പ്രായമായ സിന്ധു കൃഷ്ണയുടെ അമ്മ കഴിഞ്ഞ 8 മാസം ഒറ്റപ്പെട്ട് കുപ്പയ്ക്ക് നടുവിൽ കിടക്കുകയായിരുന്നു. ഈ അപ്പച്ചിക്ക് അങ്ങോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തില്ലേ, അതോ സ്വയം തീരുമാനിച്ചതാണോ? രണ്ടാണെങ്കിലും ചില കാര്യങ്ങൾ അവ്യക്തതയോടുകൂടി വ്യക്തമാകുന്നുണ്ട്. ചിലയിടത്ത്, അതായത് പ്രായം കൂടി ചില കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ടൊക്കെ നമുക്ക് വരും. നമ്മുടെ വീട്ടിലൊക്കെ പ്രായമുള്ള ആളുകളുണ്ട്. അവരെ നമ്മളങ്ങോട്ട് ഉപേക്ഷിക്കുകയാണോ ചെയ്യുന്നത്? അവരെ ഉപേക്ഷിക്കാനും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് അവരെ മുന്നവെച്ച് സംസാരിക്കാനും ഞങ്ങൾ അവരെ നിഷ്കരണം ഉപേക്ഷിച്ചിരിക്കുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോഴും ഇവർക്ക് പറ്റില്ല എന്ന് തോന്നിയ സാഹചര്യത്തിൽ അവർക്ക് എന്നും കൂടെ നിൽക്കാൻ പാകത്തിന് ഒരാളെ ഒരുക്കി കൊടുത്ത അമ്മയാണ് ഇന്ന് വീൽ ചെയറിലിരിക്കുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് അഹാനയും ഇഷാനയും ഒക്കെ അപ്പച്ചി അപ്പച്ചി എന്ന് വിളിച്ച് ചേർത്ത് നിർത്തുന്നു, തോന്നുമ്പോൾ മാറ്റി നിർത്തുന്നു. നിങ്ങളെപ്പോലെ തന്നെ ബന്ധവും അവകാശവുമുള്ള ഒരാൾ കൂടിയുണ്ട്, തൻവി. എല്ലാവർക്കും തൻവിയെ അറിയാമല്ലോ. സിന്ധു കൃഷ്ണയുടെ ഇളയ സഹോദരിയുടെ മകളാണ് തൻവി. അപ്പോൾ അഹാന കൃഷ്ണയുടെ കസിൻ സിസ്റ്റർ. ഈ തൻവിയുടെയും അപ്പച്ചിയായിട്ട് വരില്ലേ ഈ അപ്പച്ചി. അപ്പോൾ തൻവി മറ്റൊരു രാജ്യത്ത് വളരെയേറെ കഷ്ടപ്പെട്ട് രണ്ടാമത്തെ ഡെലിവറിക്ക് ഒരു വിശ്രമം പോലും ഇല്ലാതെ നാട്ടിലേക്ക് വന്ന് കയറിയപ്പോൾ കണ്ട കാഴ്ച കുപ്പയ്ക്ക് നടുവിലിരിക്കുന്ന, ഒറ്റപ്പെട്ട് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ഇരിക്കുന്ന അവളെ വളർത്തിയ ആ മുത്തശ്ശിയാണ്. 80-ലേറെ പ്രായമുണ്ട്. വീൽ ചെയറിലാണ് അമ്മ ഇരിക്കുന്നത്.
അപ്പോൾ അവർക്കും കൂടി ഈ അപ്പച്ചി അവകാശപ്പെടുന്നതല്ലേ? അപ്പച്ചി ചെന്ന് അവരുടെ വീട്ടിലെ ജോലികൾ ഈ പ്രായത്തിൽ ചെയ്യണം എന്നതുള്ളതല്ല. നമുക്കൊരിക്കലും അങ്ങനെ ചിന്തിക്കാൻ തോന്നില്ല. മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഈ 5 സ്ത്രീകൾ, നല്ല തടിമിടുക്കും തണ്ടും ആരോഗ്യവുമുള്ള ഈ 5 സ്ത്രീകളുള്ള വീട്ടിൽ ഈ പ്രായമുള്ള അപ്പച്ചിയെ ഉപയോഗിച്ച് കുക്ക് ചെയ്യിക്കുക, ഇവരുടെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യിക്കുക എന്നൊക്കെ പറയുന്നത് എത്ര മോശമാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വെച്ച് കഴിക്കാനുള്ള പ്രായവും ആരോഗ്യവും ഒക്കെയുണ്ട്. പക്ഷെ അന്ന് ആ 8 മാസം അമ്മൂമ്മയെ തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ ഡിവോഴ്സ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാറ്റിയിരുന്ന സമയത്ത് ഈ അപ്പച്ചിയെ അങ്ങോട്ട് വിട്ടിരുന്നെങ്കിൽ ആ അമ്മൂമ്മയ്ക്ക് മിണ്ടിയും പറഞ്ഞെങ്കിലും ഇരിക്കാമായിരുന്നല്ലോ എന്നുള്ള മാനുഷികപരമായിട്ടുള്ളൊരു ചിന്ത എന്നിലേക്ക് വരികയാണ് കേട്ടോ. മറ്റൊരു കാര്യം, ഇന്ന് ഈ വീൽ ചെയറിലിരിക്കുന്ന അമ്മൂമ്മയാണ് തൻവിയുടെ കുഞ്ഞിനെ, തൻവിയാണ് ആ വീട് മുഴുവൻ വൃത്തിയാക്കുന്ന, എല്ലാം മാനേജ് ചെയ്യുന്ന പുള്ളിക്കാരത്തിയാണ്. പിന്നെ ഇപ്പോൾ പ്രസവ ശുശ്രൂഷ സംബന്ധമായിട്ടുള്ള തിരക്കുകളാണ്. അതിനിടയിൽ ഈ വീൽ ചെയറിലിരിക്കുന്ന അമ്മയാണ് ഈ കുഞ്ഞിനെ എടുത്ത് താരാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. തൻവിയുടെ ഹസ്ബൻഡ് ഓഫ് കോഴ്സ് കൂടെയുണ്ട്. പുള്ളിക്ക് മറ്റെന്തെങ്കിലും ജോലികളിൽ ഇപ്പം തൻവിയെ മറ്റെന്തെങ്കിലും സഹായിക്കാൻ. അപ്പോൾ ഈ വീൽ ചെയറിലിരിക്കുന്ന ഈ അമ്മയാണ് ഈ 2 മാസം 3 മാസം പ്രായമുള്ള കൈക്കുഞ്ഞിനെ ഇങ്ങനെ എടുത്തുകൊണ്ട്, അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ വയ്യ, അമ്മ വീൽ ചെയറിൽ ബെൽറ്റ് ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ പ്രായമുള്ള അമ്മയാണ് തൻവിയുടെ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സ്ഥാനത്ത് ഈ അപ്പച്ചിയെ തിരിച്ച് ഈ അമ്മൂമ്മയുടെ അടുത്തേക്ക് വിട്ടിരുന്നുവെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഹായത്തിനൊന്നുമല്ല, ആ കുഞ്ഞിനെ ഒന്ന് എടുത്തുകൊണ്ടിരിക്കാമായിരുന്നല്ലോ. അത്രമാത്രം, അതായത് തൻ്റെ മകളുടെ ചെറിയ പ്രായത്തിൽ അവൾക്ക് താങ്ങാൻ പറ്റാത്ത റെസ്പോൺസിബിലിറ്റീസ്, അല്ലെങ്കിൽ അവളുടെ കടമകൾ കർത്തവ്യങ്ങളൊക്കെ അവൾക്ക് തലയിൽ വെക്കാൻ പറ്റാത്തതാണെന്ന് മനസ്സിലാക്കിയ സ്നേഹമുള്ള ആ അമ്മ സ്വന്തം കസിൻ സിസ്റ്ററിനെ വിട്ടുകൊടുത്തു. പക്ഷെ പിൽക്കാലത്തോ ആ അപ്പച്ചിയെ തിരിച്ച് ആ വീട്ടിലേക്ക് പോലും തിരിഞ്ഞു നോക്കാൻ സമ്മതിക്കാതെ അത്രമാത്രം കാലചക്രം ഇങ്ങനെ കറങ്ങിപ്പോയല്ലോ. എന്തൊരു വിധിയാണെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് ബട്ടർ ചെയ്ത് സംസാരിച്ച് ഭയങ്കര മര്യാദകൾ കാണിച്ച്, അതായത് ഭയങ്കര ഇംഗ്ലീഷ് കൾച്ചറൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾ ഇത്രമാത്രം വൈകൃതത്തോടു കൂടി, ഇത്രമാത്രം ഇടുങ്ങിയ ചിന്താഗതിയോടുകൂടി ജീവിക്കുക, അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകളെ മനസ്സിലാക്കിയില്ലെങ്കിലും സ്വന്തം അമ്മയെ മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യം ചെയ്യുന്നില്ലല്ലോ എന്നോർത്ത് സത്യം പറഞ്ഞാലുണ്ടല്ലോ പുച്ഛമാണ് തോന്നുന്നത്, പുച്ഛം. കാരണം നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ വേണ്ടായിരുന്നു. ആ പ്രായമുള്ള അമ്മയുടെ അടുത്തേക്ക്, ആ അമ്മൂമ്മയുടെ അടുത്തേക്ക് ഈ അപ്പച്ചിയെ വിട്ടാൽ മതിയായിരുന്നു. അവർ കഞ്ഞിയാണെങ്കിലും പയറാണെങ്കിലും വെച്ച് കഴിച്ചവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കുമായിരുന്നു. അവരുടെ ഈ വയ്യായികയിൽ അവർക്കൊരു കൂടെ ഒരാളായിരുന്നേനെ. ഏത് സമയം കാനഡയിൽ ഉണ്ടായിരുന്ന തൻവിയെ വിളിച്ചിട്ട് എൻ്റെ പൊന്നുമോളിങ് വായോ, എനിക്കൊന്നും മിണ്ടാൻ പോലും ആരുമില്ല, എന്നെ ഒന്ന് ഫോൺ ചെയ്യാൻ പോലും ആരുമില്ല, അമ്മൂമ്മ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം. കൈയും കാലും ഒക്കെയുള്ള, പൂർണ്ണ ആരോഗ്യമുള്ള, ചിന്തിക്കാൻ കഴിവുള്ള, ഫോൺ നോക്കാൻ കഴിവുള്ള, ഒറ്റയ്ക്ക് നമുക്ക് ഫോൺ എടുത്ത് കാണാം. നമ്മൾ ഒരു ദിവസം നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമോ? നമ്മൾ ഭയന്നിരിക്കും, നമ്മൾക്ക് ഒറ്റപ്പെടലുണ്ടാകും. അപ്പോൾ പ്രായമുള്ള അമ്മയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. വീൽ ചെയറിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇനി ഇറങ്ങുവാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞൊന്നും എടുക്കാൻ പറ്റാത്ത അമ്മ, തൂക്കാതെയും വാരാതെയും കുപ്പയുടെ നടുവിൽ വൃത്തി ആവശ്യമുള്ളൊരു അമ്മച്ചിയാണ്. അവർ 8 മാസം കഴിഞ്ഞുകൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതീവ ദാരുണമായിട്ടുള്ള അവസ്ഥയായിരുന്നു. ആ അവസ്ഥയിൽ ഈ അപ്പച്ചിയെ വിട്ടുകൊടുത്തുകൂടായിരുന്നു? കാരണം നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നിയ അവസ്ഥയിൽ നിങ്ങളുടെ ഈ അമ്മ നിങ്ങൾക്ക് തന്നതായിരുന്നില്ലേ അപ്പച്ചിയെ? ചുരുക്കം പറഞ്ഞാൽ അപ്പച്ചിയുടെ അവസാനം വരെയും അപ്പച്ചിയെ കൊണ്ട് ചോറും കഞ്ഞിയും ഉണ്ടാക്കിപ്പിച്ച് ഇവർ കഴിച്ചുകൊണ്ടിരിക്കും. അവസാനം എന്തെങ്കിലും പറ്റിക്കഴിയുമ്പോൾ ഈ കണ്ടോളൻസസ് വീഡിയോ ഒക്കെ ഇടും, കരഞ്ഞുകൊണ്ട് അപ്പച്ചി അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. അന്ന് തിരിച്ചു ചോദിക്കും, അപ്പച്ചി ഒരു നല്ല വസ്ത്രം ധരിച്ച് ഞങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ല, അവരുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ നിറവേറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നോ, അവർക്ക് എന്തുകൊണ്ട് ജീവിതം ശരി, അതിനൊക്കെ ചിലപ്പോൾ പറയായിരിക്കും അപ്പച്ചി കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ല, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതായിരുന്നു അതിനുശേഷം, അങ്ങനെയൊക്കെ പറയുമായിരിക്കും. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമുണ്ട്. ആ അപ്പച്ചിയെ തന്ന അമ്മൂമ്മയുടെ അടുത്തേക്ക് തിരിച്ചു വിടാമായിരുന്നു. അവരേകദേശം സമപ്രായക്കാരൊക്കെ ആണല്ലോ. അപ്പോൾ അവർക്ക് 2 പേർക്കും അതൊരു സഹായമായിരുന്നേനെ. ഈ അപ്പച്ചിയെ സംബന്ധിച്ച് ഒരു വിശ്രമവും ഈ അമ്മൂമ്മയെ സംബന്ധിച്ച് അവർക്കൊരു കൂട്ടുമായിരുന്നേനെ. ഇത് മാത്രമായിരുന്നു ഈ 2 വ്യക്തികൾക്കും ആവശ്യം. നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ചേർത്ത് നിർത്തും. നിങ്ങൾ 4 ആൾ കൂടുന്നവരുടെ മുന്നിൽ എത്തുമ്പോഴേക്കും ഈ തരത്തിലുള്ള ആളുകളെ ഒരു ദയാദാക്ഷിണ്യമില്ലാതെ മാറ്റിക്കളയാ ചെയ്യുന്നത്. അവരും ജീവിക്കട്ടെ, അവർ ഫ്രീ ആയിട്ട് സംസാരിക്കട്ടെ, അവർക്ക് മിണ്ടാൻ, അവർക്ക് ഇടപെടാൻ ആഗ്രഹമുള്ള ബന്ധുജനങ്ങളുടെ അടുത്തേക്ക് ആ അപ്പച്ചിയും പോകട്ടെ എന്ന് തോന്നിപ്പോവുകയാണ്. സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിരുന്ന് ഭയങ്കര ലാംഗ്വേജ് സ്കിൽ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് എൻ്റെ മക്കളെ ഞാൻ കൊണ്ടാക്കാൻ കോളേജിൻ്റെ ഫ്രണ്ടിൽ പോകുന്നു, ഇനി അവരെ തിരിച്ചു വിളിക്കാൻ പോകുന്നു. ഇതൊന്നും അല്ല ഒരു വ്യക്തിയെ മാർക്കിടുന്നത്, ഇതൊന്നും കൊണ്ടല്ല. അവരുടെ റിയൽ ലൈഫിലെ ചില കാര്യങ്ങൾ നമ്മളെല്ലാവരും ഇങ്ങനെ എല്ലാവരെയും നമ്മളിങ്ങനെ 100% ആണ് എന്നൊന്നുമല്ല. സ്വന്തം അമ്മയുമായിട്ട് ഇനി റിലേഷൻ ഇല്ല എന്ന് പറയുന്നതും, അവരെ ശത്രുസ്ഥാനത്ത് നിർത്തുന്നതും,
ആ അമ്മ സ്വന്തം മകൾക്ക്, അതായത് 4 കുഞ്ഞുങ്ങളെ ഇവർക്ക് നോക്കാൻ ഈസിയായിട്ട് നോക്കാൻ പറ്റും, പക്ഷെ അതുപോലും അവൾക്ക് പറ്റിയില്ലെങ്കിലോ എന്ന് ചിന്തിച്ച ഒരമ്മ, ആ അമ്മയെ ഒന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് മാറ്റി നിർത്തേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെ തെറ്റാണ് എന്നുള്ളൊരു കാര്യം ഇനിയെങ്കിലും മനസ്സിലാക്കുക. അപ്പച്ചിക്ക് അപ്പച്ചിയുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കട്ടെ, അവർ ജീവിക്കട്ടെ. അതല്ല നിങ്ങളുടെ തീരുമാനത്തിനാണ് അവർ ജീവിക്കേണ്ടതെങ്കിൽ അവർക്ക് അറ്റ്ലീസ്റ്റ് നല്ലൊരു സാരി വാങ്ങിച്ചു കൊടുക്കുക. 10,000, 10,000, 20,000 രൂപയുടെ വസ്ത്രങ്ങൾ എല്ലാവർക്കും ഇടാൻ ആഗ്രഹമുണ്ട്, നിങ്ങളും ഇടുന്നുണ്ട്. ഒരു 2,000 രൂപയുടെ നല്ല സാരി വാങ്ങിച്ചു കൊടുത്ത് അവരെ പബ്ലിക് പ്ലേസിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ വളരെ നല്ലായിരുന്നു. ഇനി സാരി വാങ്ങിച്ചു കൊടുത്തില്ല, നിങ്ങൾ കീറിയ സാരി തന്നെ ഉടുപ്പിച്ചോ, കുഴപ്പമില്ല. പക്ഷേ ഈ ക്യാമറയുടെയൊക്കെ മുന്നിൽ വെച്ച് അവരിങ്ങനെ ഒഴിവാക്കി വിടുമ്പോൾ അവിടെയെങ്കിലും കുറച്ച് മാന്യത കാണിക്കേണ്ടത് അത്യാവശ്യമാണ്.